ഏപ്രിൽ 9-നാണ് എല്ലാവരും വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നത്. ഇനി വെറും ആകെ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 16 ദിവസമേ ഇനി ആകെ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ജനങ്ങളുടെ അടുത്ത് ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുക എന്നൊരു ലക്ഷ്യമാണ് CPM ഇപ്പോൾ നടത്തുന്നത്. നമുക്കറിയാം, LDF സർക്കാർ അഥവാ CPM എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഒരു ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെയും ഇല്ല. CPM കാരും നിരീശ്വരവാദികളാണ്. പക്ഷെ തലയിൽ കൂടെ മുണ്ടൊക്കെ ഇട്ടുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവുമൊക്കെ അമ്പലങ്ങളിൽ പോയി വഴിപാട് നടത്തുകയും ആരും അറിയാതെ വീടുകളിലൊക്കെ ഗണപതി ഹോമവും ഒക്കെ മറ്റു പൂജകളൊക്കെ നടത്തുന്ന CPM നേതാക്കന്മാർ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിലിപ്പോൾ P. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള CPM നേതാക്കൾ ഇപ്പോൾ വലിയ ഭക്തിയോടെ അമ്പലങ്ങളിലേക്ക് പോകുന്നു. നമുക്കറിയാം, ഇപ്പോൾ വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയായ LDF-ന്റെ സ്ഥാനാർത്ഥിയായ VK പ്രശാന്ത് അടക്കം ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം പുള്ളിക്കാരനില്ല. സദാസമയം ഇപ്പോൾ അമ്പലങ്ങളിലാണ്. ഏത് ഉത്സവം നടക്കുന്ന അമ്പലങ്ങളിലും CPM-ന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും കാണാം. സാധാരണഗതി, അതായത് തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും അമ്പലത്തിൽ ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ അവിടെ തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ പൂജാ സാധനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് ഉണ്ടോ, എന്തെങ്കിലും ഒരു ലഭ്യത കുറവുണ്ടോ, അല്ലെങ്കിൽ അവിടെ ജലം ഉണ്ടോ, അതൊന്നും തന്നെ നോക്കാതെ ഉത്സവം നടക്കുന്ന സമയത്ത് തിരിഞ്ഞു പോലും നോക്കാത്ത CPM-ലെ MLA-മാർ ഇപ്പോൾ ഏതൊക്കെ ക്ഷേത്രത്തിലാണ് ഉത്സവം നടക്കുന്നതെന്ന് തേടി പിടിച്ച് അവിടെ രാവിലെ മുതൽ രാത്രി വരെ അവിടെ ക്യാമ്പ് ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ കയ്യും കൂപ്പി നിന്ന് അഭിനയം കാണിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങി നടപ്പുണ്ട്. അതിലൊരു ചിത്രമാണ് ശിവൻകുട്ടിയുടെ ചിത്രം. ആ ചിത്രം പുറത്തു വന്നതോടുകൂടി നവമാധ്യമങ്ങളിലടക്കം ശിവൻകുട്ടിയെ ഏറിൽ നിർത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം നമുക്കറിയാം, ഇക്കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നെയാണ്, അതായത് ഫെബ്രുവരിയിലാണ് ആറ്റുകാൽ പൊങ്കാല, പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല കണ്ടത്. ആ സമയത്ത് പണ്ടാര അടുപ്പിലേക്ക് അതായത് അഗ്നി പകരാനുള്ള ഒരു ശുഭമുഹൂർത്തം, ആ മുഹൂർത്തത്തിൽ കാത്തു നിന്ന സമയത്ത് BJP-യുടെ നേതാക്കൾ ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, കരമന ജെയിൻ ഉണ്ടായിരുന്നു, VV രാജേഷ് ഉണ്ടായിരുന്നു, ഡെപ്യൂട്ടി മേയർ ആശാനാഥൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഭക്തിപൂർവ്വം തൊഴുകൈകളോടെ നിൽക്കുന്ന സമയത്ത് LDF-ലെ ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ CPM-ലെ ഭക്ഷ്യമന്ത്രി GR അനിലും അതോടൊപ്പം തന്നെ മറ്റ് CPM-ലെ നേതാക്കൾ, ദേവസ്വം മന്ത്രി വാസവൻ അടക്കമുള്ളവർ ഒരു കോളേജിൽ ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതോ ഒരു മെഗാ ഷോ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഇവർ ഏതോ ഒരു കടപ്പുറത്തൊക്കെ ഇരിക്കുന്നത് പോലെ, മൈതാനത്തിരിക്കുന്നത് പോലെ തോളത്ത് കൈയിട്ട് ചിരിച്ച് ഉല്ലസിച്ച് അവിടത്തെ ആളുകളെയൊക്കെ നോക്കി എന്തൊക്കെയോ കൊഞ്ഞനെ കുത്തുന്ന രീതിയിലൊക്കെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു സ്വഭാവങ്ങളായിരുന്നു ഈ CPM-കാർ കാണിച്ചത്. പക്ഷെ ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ഓരോ ക്ഷേത്രത്തിലും കയറി ഇറങ്ങി തൊഴുന്നു, പോറ്റിമാരുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങിക്കുന്നു, അവർക്ക് ദക്ഷിണ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ വലിയ രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ശിവൻകുട്ടി അടക്കമുള്ളവർ തനി വൃത്തികെട്ട രാഷ്ട്രീയങ്ങൾ കാണിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ നെല്ലിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ തൊഴുകൈകളോടെ മന്ത്രി V. ശിവൻകുട്ടി നിൽക്കുന്ന ഫോട്ടോ പുറത്തേക്ക് വന്നതോടെ സമൂഹ മാധ്യമങ്ങളിലടക്കം ശിവൻകുട്ടിയുടെ ഈ കള്ളത്തനങ്ങൾ ജനങ്ങൾ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. കാരണം ആറ്റുകാൽ പൊങ്കാല സമയത്ത് അവിടെ കൈകൂപ്പി പോലും നിൽക്കാത്ത ശിവൻകുട്ടി ഇന്ന് തൊഴുകൈകളോടെ നിൽക്കുന്നത് ജനങ്ങൾ തന്നെ ആ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് ശിവൻകുട്ടിയുടെ വെറും ഉഡായിപ്പ് ഭക്തിയാണ് എന്ന്. അങ്ങനെ പലതരത്തിലുമുള്ള വിമർശനങ്ങളുമായി വരുമ്പോൾ ഓരോ ദിവസവും നിയമമണ്ഡലത്തിൽ ശിവൻകുട്ടി തന്നെ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.